വാപ്പ നിന്റെ തന്തയാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കൾ പറയുന്നത്? നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖില നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ? നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡാണ് നിൽക്കുന്നത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോൾ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കരുത്? ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറം കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന വാക്കുകൾ, ചീത്ത വിളിക്കുന്ന അതൊരു സാധാരണയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞ് വിളിച്ച് അത് നാവിൽ തയമ്പായിട്ട് മാറുകയാണ്. എന്ത് കാര്യം പറയുമ്പോൾ ചീത്ത വിളിക്കുക. ഇതിന്റെ അപ്പുറം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ചീത്തയല്ല എന്നുള്ളൊരു പ്രതീതിയിൽ ഇങ്ങനെ ഒരു മോശമാണെന്ന പ്രതീതിയിൽ അല്ല, ഒരു മോശമല്ല എന്ന രൂപത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ എന്ത് നിസാരമായ വർത്തമാനങ്ങൾക്കും കാര്യങ്ങൾക്കും ഈ സാധനം ഇങ്ങനെ തൊള്ളയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. തയമ്പിച്ച് നാവിലിങ്ങനെ അത് സാധാരണമായിട്ട് ഇങ്ങനെ കടന്നു വരികയാണ്. ഏതുവരെ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളിൽ വരെ. അത് ആരെ കണ്ട പഠിക്കുന്നത്? നമ്മളെ പോലെയുള്ള മുതിർന്ന ആൾക്കാരെ കണ്ടിട്ട് ചെറിയ മക്കൾ സാധാരണയല്ലേ, ഇത് സാധാരണ വിളിക്കാറുണ്ട്, ചീത്തുന്നല്ലപ്പ സാധാരണ നാട്ടു വർത്താനാണ് എന്ന രൂപത്തിൽ ചെറിയ മക്കള് പോലെ ഇതിന് എടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, ഉപ്പാക്ക് വിളിച്ചാൽ ശത്തമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. സബമൻ സബ്ബ, ശത്തമ്മ. ആരൊക്കെ ചീത്ത വിളിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ചീത്ത വിളിച്ചാൽ, നിങ്ങൾ വാപ്പാനെ വിളിച്ചാൽ അത് സ്വന്തം വാപ്പാക്ക് വിളിക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? സ്വന്തം വാപ്പയെ വിളിക്കുന്നതിന് തുല്യാണെന്നാണ് ഹദീസ് പഠനം. നമ്മൾ ഇനി ഒരു ഫ്രീ മൈൻഡായിട്ടും ചിന്തിക്കുക. നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത സ്വന്തം ഉപ്പാനെ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടോ? ഇല്ലല്ലോ. ഏറ്റവും വലിയ കാര്യഗൗരവം അല്ലെങ്കിൽ തമാശ തോന്നുന്നത് അറിയോ? ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട മുതിർന്നവർ കാരണവന്മാരാണ് ടൗണിലും അതുപോലെ തെരുവിലൊക്കെ പോയിട്ട് ഔർത്തം കാണിച്ച് മുണ്ട് മടക്കി കുത്തിയിട്ട് ചീത്ത വിളിക്കാനായിട്ടിരിക്കുന്ന, ഫിത്ന പറയാനിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സാധാരണയല്ലേ, സർവ്വസാധാരണ, എല്ലാം അപ്പുറം വിളിക്കുന്നില്ലേ എന്ന രൂപത്തിലേക്ക് മൈൻഡ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിന്റെ സുന്ദരമായൊരു റൂട്ട് നോക്കി നിങ്ങള്. ആരെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, ആരെ ബുദ്ധിമുട്ടിക്കല്ലേ, സ്വന്തം വാപ്പാനെ വിളിക്കല്ലേ, മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന ഒരു അധ്യാപനം, ഒരു ഇസ്ലാം ദീൻ എന്ന് പറയുന്ന ഒരു സുന്ദരമായ മതമാണ്. പഠിച്ചു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.